ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ LED സ്ട്രിപ്പ് ലൈറ്റ്സുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് രണ്ട് ടൈപ്പ്, ഇതൊരു ഹാളിൽ തന്നെ രണ്ട് രീതിയിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് സൈഡുകളിൽ കോവ് ലൈറ്റ്സിന് ചെറിയ ചെറിയ 1 വാട്ട് ലൈറ്റ്സുകൾ അല്ലെങ്കിൽ 2 വാട്ട്സ് ലൈറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് LED സ്ട്രിപ്പ് വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് തെളിച്ച് കാണിച്ചു തരാം. അതായത് ഈ സൈഡുകളിൽ കണ്ട ഒരു സ്റ്റെപ്പ് പോലെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും LED സ്ട്രിപ്പ് അതിന് ഉള്ളിലാണ് വന്നിരിക്കുന്നത്. അതായത് സാധാരണയിലും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പ് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ LED സ്ട്രിപ്പ് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ലൈൻസ്, അതായത് നമ്മൾ ലൈൻ രീതിയിൽ നമ്മൾ ഒരിക്കലും കൊടുക്കാൻ ശ്രമിക്കരുത്. കാരണം കണ്ടോ, ഈ ലൈൻ കൊടുക്കരുത്. ഇങ്ങനെ ലൈൻ കൊടുക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് അത് സ്പ്രെഡ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ലൈൻ കറക്റ്റ് ആവില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അകത്ത് കണ്ടോ, ഈ സ്ഥലങ്ങളിലൊക്കെ കണ്ടോ, അതായത് സ്പ്രെഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രീതി എടുക്കണം. അതായത് ലൈൻ കറക്റ്റായിട്ട് ചെയ്യാൻ, അതായത് LED സ്ട്രിപ്പിൻ്റെ ആ നിഴൽ വരുന്നത്, ആ ലൈറ്റ് വരുന്നത് ഒന്നല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് സീലിങ്ങിൻ്റെ അകത്ത് കുറച്ച് ചാനലുകൾ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ LED സ്ട്രിപ്പ് അതിൻ്റെ അകത്ത് നമ്മൾ PVCയുടെ ചാനലിൽ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ LED സ്ട്രിപ്പ് നമുക്ക് എങ്ങനെ ചാനലിൽ ഉറപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് സിമ്പിളായിട്ട് ഇടാമെന്ന്. അപ്പോൾ ചാനൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്ന സമയത്ത് ഈ അകത്ത് കിടക്കുന്ന ചാനൽ പൊങ്ങൻ താഴെ ഉണ്ടെങ്കിൽ ആ LED സ്ട്രിപ്പിൻ്റെ ആ വേരിയേഷൻ കാണിക്കും. അപ്പോൾ അതേ വേരിയേഷൻ തന്നെ ആ ലൈറ്റ് പുറത്തേക്ക് കാണിക്കും. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ലൈൻ കറക്റ്റ് ആവില്ല. ലൈൻ കറക്റ്റ് ആവാത്ത സ്ഥിതി വരുമ്പോൾ ഈ അവസ്ഥ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യിപ്പിക്കാം. അതായത് ലൈറ്റ് എപ്പോഴും സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്, ലൈൻ അല്ലാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ നീറ്റ് എപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതായത് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഓക്കെ ആവും. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി ലൈൻസാണ് വീഴണമെങ്കിൽ നിങ്ങൾ LED സ്ട്രിപ്പ് ഒഴിവാക്കിയതിന് ശേഷം പ്രൊഫൈൽ ലൈറ്റാണ് കുറച്ചുകൂടി നല്ലത്. കാരണം പ്രൊഫൈൽ ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട്, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ് ഇങ്ങനെ കൊടുക്കാമെന്നും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കയറി കാണാം. പ്രൊഫൈൽ ലൈറ്റ് ആകുമ്പോൾ കറക്റ്റ് ലൈൻ കിട്ടും നമുക്ക്. കറക്റ്റ് ലൈൻ അതുപോലെ മാത്രമല്ല ഹൈ ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. ഹൈ ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. നമുക്കൊരു ലൈൻ വരച്ചിരിക്കുന്ന രീതിയിൽ തന്നെ അത്രയും ബ്രൈറ്റായിട്ട് നമുക്ക് കിട്ടും. അതായത് ഒരു തീനാളം കറക്റ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഫീലിംഗ് തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, LED സ്ട്രിപ്പ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് LED സ്ട്രിപ്പിൻ്റെ നമ്മൾ ആംബിയർ കറക്റ്റ് ചെയ്യണം. 1 മീറ്ററിന് ഏറ്റവും കുറഞ്ഞത് 1 ആംബിയർ എങ്കിലും വരുന്ന രീതിയിൽ വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 5 മീറ്റർ ഓൾറെഡി നമ്മളൊരു LED സ്ട്രിപ്പ് കൊടുക്കുകയാണെങ്കിൽ 5 ആംബിയറിൻ്റെ അഡാപ്റ്റർ അല്ലെങ്കിൽ SMPSO തന്നെ കൊടുക്കണം. അത് വളരെ പ്രത്യേകതയുണ്ട്. ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന അഡാപ്റ്ററുകൾ പറയുന്ന ആംബിയർ കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൈറ്റ് LED സ്ട്രിപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് LED സ്ട്രിപ്പ് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് നാൾ വർക്ക് ചെയ്യുക, അതിന് ശേഷം പിന്നീട് അത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കലും മറക്കരുത്, ഒരു മീറ്ററിന് 1 ആംബിയർ, അതായത് 12 വോൾട്ടിൻ്റെ 1 മീറ്ററിൽ 12 വോൾട്ടിൻ്റെ നമ്മൾ LED സ്ട്രിപ്പാണ് കൊടുക്കുന്നതെങ്കിൽ 1 മീറ്ററിന് 1 ആംബിയർ എന്ന രീതിയിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.